ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ നിമിഷം തോറും ഇയാൾ ഇല്ലാതായി വന്നുകൊണ്ടിരിക്കുകയാണ്. നരകത്തിലേക്ക് ഏഡ്രിയൻ വന്നിട്ടുണ്ട്. അവന്റെ അച്ഛൻ അവനെ കണ്ട സമയത്ത് തന്നെ നിക്കി എവിടാന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ നിക്കി ആ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ട് അവൻ നരകത്തിലേക്കല്ല വന്നിട്ടുണ്ടായിരുന്നത്. അവന്റെ ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കാനായിട്ട് സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ട് തന്നെ അവനിപ്പോ എത്തിയേക്കുന്നത് സ്വർഗത്തിലായിരുന്നു. ഒരു വലിയ പൂന്തോട്ടത്തിന്റെ നടുവിലാണ് അവൻ കിടക്കുന്നത്. ചുറ്റുമാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കുറെ കാഴ്ചകളാണ് അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അവൻ അവിടുന്ന് മെല്ലെ നടന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഡോർ തുറന്ന് നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ കുറച്ച് ഏഞ്ചൽസ് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു ഏഞ്ചല് ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട്, മോനെ അമ്മയുടെ ചക്ര ഇത്രയും കാലം എവിടെയായിരുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ ഒരു ഏഞ്ചലാണ് അവന്റെ അമ്മ എന്നുള്ളത്. അതുകൊണ്ടാണ് നിക്കിയുടെ മനസ്സിൽ ഈവിൾനെസിനെക്കാളും കൂടുതൽ നന്മ ഉണ്ടായിരുന്നത്. ഇപ്പൊ അവന്റെ അമ്മ ഈ ഒരു കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിന്റെ മുകളിൽ അവന്റെ അമ്മ ഒന്നിങ്ങനെ തട്ടുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അതിപ്പോ ഒരു ടി വി മാതിരിയൊക്കെ ആയിട്ട് ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അവർക്ക് അവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഏഡ്രിയൻ അയാളുടെ ചെവിയും വായൊക്കെ എടുത്തിട്ട് ദൂരേക്ക് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സിംഹാസനത്തിന്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവന്റെ അച്ഛന്റെ പവർ കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ ഇവൻ അടുത്ത രാജാവായിട്ട് മാറാണ്. അവന്റെ തലയിൽ 2 കൊമ്പൊക്കെ മുളയ്ക്കുന്നുണ്ട്.